കുറച്ച് ദിവസമായിട്ട് വാഹനത്തിൻ്റെ AC ഓൺ ചെയ്യുമ്പോൾ ശരിയായ തണുപ്പ് ലഭിക്കുന്നില്ല. അപ്പോൾ ഒരു മെക്കാനിക്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒന്നെങ്കിൽ AC ഫിൽട്ടർ മാറാറായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ACയുടെ ഗ്യാസ് പോയതായിരിക്കും എന്നതാണ്. അപ്പം എങ്ങനെയാണ് AC ഫിൽട്ടർ മാറേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. നമ്മുടെ വാഹനത്തിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന പോലെ, വണ്ടി സർവീസ് ചെയ്യുന്നത് പോലെ തന്നെ ഓരോ കിലോമീറ്ററിലും, ഓരോ 5000 കിലോമീറ്ററിലും നമ്മുടെ വാഹനത്തിൻ്റെ AC ഫിൽറ്ററും കൂടെ ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഈ AC ഫിൽറ്റർ ചെയ്ത ജോലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുറത്തേക്കുള്ള ഇൻടേക്ക് ഇട്ട് കഴിയുമ്പോൾ പുറത്തുനിന്നുള്ള എയർ ഫിൽട്ടർ ചെയ്ത് അകത്തേക്ക് വരുന്നു. നമുക്കറിയാം പുറത്തൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിലൊക്കെ പൊടിപടലങ്ങളും അങ്ങനെയുള്ള മാലിന്യങ്ങൾ നിറഞ്ഞ വാതകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മുടെ വാഹനത്തിനുള്ളിലേക്ക് എയർ എത്തുന്നത്. അത് തണുപ്പ് വഴി AC വെന്റ് വഴി, ഈ AC വെന്റ് വഴി എത്തുന്നത്. അപ്പോൾ അത് ഫിൽട്ടർ ചെയ്ത് എടുക്കുക എന്നാണ് AC ഫിൽറ്ററിന്റെ ശരിയായ ധർമ്മം. അപ്പോൾ ഈ ഫിൽട്ടർ ഓരോ ടൈമിലും ഓരോ ഇന്റർവെല്ലിലും മാറേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ വാഹനത്തിന്റെ കൂളിംഗ് കുറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് AC ഫിൽട്ടർ എടുത്ത് നോക്കിയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ AC ഫിൽട്ടർ ഇരിക്കുന്നത്, ഈ വാഹനം ആൾട്ടോ K10 ആണ്. ഈ വാഹനത്തിന്റെ AC ഫിൽട്ടർ ഇരിക്കുന്നത് ഈ ഒരു ഗ്ലോ ബോക്സിന്റെ ഉള്ളിലായിട്ടാണ്. അപ്പോൾ ഗ്ലോ ബോക്സ് നേരെ താത്തി കഴിഞ്ഞ് ഇവിടെ ലോക്കുണ്ട്, ഇവിടെ ഒരു ലോക്കുണ്ട്. ആ ലോക്ക് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഈ ഗ്ലോ ബോക്സ് നേരെ താഴേക്ക് ഊരാവുന്നതാണ്. ഈ താഴേക്ക് ഊരി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ക്യാപ്പുണ്ട്, ആ ക്യാപ്പ് മിസ്സിംഗ് ആണ്. ഇതാണ് നമ്മുടെ AC ഫിൽട്ടർ. ഇത് ജസ്റ്റ് എൻ്റെ പുഷ് ചെയ്തെടുത്താൽ മതി. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ AC ഫിൽട്ടർ. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്കെല്ലാം പൊടികളും മറ്റ് ചെറിയ കച്ചറയൊക്കെ കയറിയിരുന്ന് ഈ AC ഫിൽട്ടർ ബ്ലോക്കായെന്നല്ല, ശരിയായ തണുപ്പ് ഉള്ളിലേക്ക് വരാത്തത് കൊണ്ടാണ് നമുക്ക് തണുപ്പ് ഉള്ളിലേക്ക് കിട്ടാത്തത്. അപ്പം ഈ പൊടിപടലങ്ങൾ, ഇതിനിടയ്ക്കുള്ള ഈ കച്ചറയൊക്കെ തങ്ങി നിൽക്കുന്നതുകൊണ്ട് ശരിക്കും എയർ ഉള്ളിലേക്ക് വരുന്നുമില്ല. അതുപോലെ തണുപ്പ് ഇവിടെ വന്നിട്ട് ബ്ലോക്കായിട്ട് നിൽക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഈ AC ഫിൽട്ടർ മാറിക്കഴിഞ്ഞാൽ ശരിയായ തണുപ്പ് ഉള്ളിലേക്ക് വരുന്നതാണ്. അപ്പം നമുക്ക് പുതിയൊരു ഫിൽട്ടർ വാങ്ങിച്ചിട്ടുണ്ട്. ആ ഫിൽട്ടർ നമുക്ക് നേരെ ഊരിയെടുത്ത പോലെ തന്നെ ഇൻസേർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ പണി. വളരെ സിമ്പിളാണ്. ഇതിന് നമ്മൾ ഷോറൂമിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് വെറുതെ കാശുകളെ നിൽക്കണ്ട, നമുക്ക് തന്നെ മാറാവുന്നതാണ്. ഒരു സ്പെയർ പാർട്സ് കടയിൽ നിന്ന് നമുക്ക് ഈ ഫിൽട്ടർ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് പുതിയ ഫിൽട്ടർ. നിങ്ങൾ ആ ഫിൽട്ടറും പഴയ ഫിൽട്ടറും പുതിയ ഫിൽട്ടറും നമ്മൾ ഡിഫറൻസ് കാണിച്ചു തരാം. ഉണ്ടോ, നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. പഴയ ഫിൽട്ടർ ഫുള്ള് ചെളിയായി കച്ചറയായിട്ടിരിക്കുകയാണ്, പക്ഷേ പുതിയ ഫിൽട്ടർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ACയുടെ കൂളിംഗ് കുറഞ്ഞതെന്ന്. അപ്പോൾ നമുക്ക് പുതിയ AC ഫിൽട്ടർ ഇൻസേർട്ട് ചെയ്യാം. ഇവിടെ ഒരു ക്യാപ്പ് ഉള്ളതാണ്, അത് ഈ വണ്ടിയുടെ മിസ്സിംഗ് ആണ്. ജസ്റ്റ് ഇവിടെ ഒരു അടപ്പ്, അത്രേ ഉള്ളൂ. അതിപ്പോൾ ഇല്ലെങ്കിൽ സാരമില്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. സിമ്പിൾ ഉണ്ടോ. ഇതുപോലെ AC ഫിൽട്ടർ ആ ഒരു നമ്മളെന്താ പറയുക, ഒരു ഒരു DVD പ്ലെയറിനകത്ത് CD ഇടുക എന്നൊരു ആ ഒരു രീതിയിലാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇൻസേർട്ട് ചെയ്തത്. അത്രേ ഉള്ളൂ പരിപാടി. അത് കറക്റ്റായ രീതിയിൽ ഇൻസേർട്ട് ചെയ്യുക. ശേഷം ഇത് നേരെ ക്ലോസ് ചെയ്യുക. ഇത്രേ ഉള്ളൂ പണി. ഇനി നമുക്ക് AC ഇട്ട് കഴിയുമ്പോൾ നല്ല കൂളിംഗ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ മെക്കാനിക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഓരോ ദിവസവും ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം.